അപ്പോൾ വീണ്ടും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്താ പറയുക കറണ്ട് സ്കിൻ കെയർ റൂട്ടീനാട്ടോ, നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, ഇപ്പം എൻ്റെ ഫേസിൽ മേക്കപ്പ് ഉണ്ട്, നമുക്ക് ഈ മേക്കപ്പൊക്കെ റിമൂവ് ആക്കിയിട്ട് നല്ലൊരു ഫേസ് പാക്കൊക്കെ സ്കിന്നിന് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ആദ്യം ഞാൻ മേക്കപ്പ് റിമൂവ് ആക്കി ഉപയോഗിക്കുന്നത് ഇത് മിസ്ലെയർ വാട്ടറാണ് കേട്ടോ, സ്റ്റുഡിയോയുടെ മിസ്ലെയർ വാട്ടറാണ്. ഗാർണിയറിൻ്റെ ഒക്കെ നല്ല അടിപൊളി മിസ്ലെയർ വാട്ടർ കിട്ടും. ഇത് സ്റ്റുഡിയോടെയാണ്, പക്ഷേ ഇത് അടിപൊളിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ പാഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ മേക്കപ്പ് കംപ്ലീറ്റ് ഞാൻ റിമൂവ് ആക്കിയിട്ട് വരാം. ഓക്കെ, ഇത് മേക്കപ്പ് കംപ്ലീറ്റ് റിമൂവ് ആക്കിയിട്ടോ. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഫേസ് വാഷ് ഇട്ട് മുഖം നന്നായിട്ടൊന്ന് ഫേസ് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് അത് ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫേസൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഏതാണോ അത് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഇനി നമുക്ക് നല്ലൊരു അടിപൊളി ഫേസ് പാക്കൊക്കെ ഇട്ട് സ്കിന്നൊക്കെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ, എൻ്റെ മുഖം കണ്ടില്ല. അപ്പോൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് എന്താ വെച്ചെങ്കിൽ നമ്മുടെ അരിപ്പൊടിയും കോഫി പൗഡറും ടൊമാറ്റോയുടെ, ഞാൻ മൊത്തത്തിൽ ടൊമാറ്റോ അരയ്ക്കുക ചെയ്യാം കേട്ടോ, ജ്യൂസ് മാത്രമായിട്ടല്ല, ടൊമാറ്റോ മൊത്തത്തിൽ അരച്ചിട്ട് ഫേസും നെക്ക് പോർഷൻസിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ ഈ മുഖം കണ്ടുമ്പോൾ ഒരു വൃത്തിയോട് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ട് നല്ല നമ്മളെ സ്കിൻ നല്ല സോഫ്റ്റ് ആവട്ടെ, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് കിട്ടും. അത് നല്ലൊരു ബ്രൈറ്റ് പോലെ സ്കിൻ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ നമുക്ക് ഈ ഫേസ് പാക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് നമുക്കുള്ള സ്കിൻ കെയറിലേക്ക് പോകാം, നൈറ്റ് സ്കിൻ കെയറിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ അതേ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റ് സ്കിൻ കെയർ തുടങ്ങാം അല്ലേ. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് നമ്മൾ അടിപൊളി ഫേസ് പാക്കൊക്കെ ഇട്ട് ഫേസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ അതിൽ ടോണർ അപ്ലൈ ചെയ്യും കേട്ടോ. അത് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് സെറ്റായിക്കോട്ടെ, അതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ ടോണറൊക്കെ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു സിറാണ് കേട്ടോ, ഒരു വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ വൈറ്റമിൻ സി സിറം നൈറ്റിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ, ഡെയിലി കൊടുക്കാറില്ല. നൈറ്റിലാണ് വൈറ്റമിൻ സി അപ്ലൈ ചെയ്യാറ്. അത് നന്നായിട്ട് ഡാബ് ചെയ്യാം. അങ്ങനെ നമ്മൾ സിറമൊക്കെ അപ്ലൈ ചെയ്തു. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ജസ്റ്റ് നല്ലൊരു മോയ്സ്ചറൈസർ സ്കിന്നിന് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ ഏതാச்சுം യൂസ് ചെയ്യുക. ഇതൊന്നൊരു ടോട്ടനിക്കിയുടെ മറ്റേ നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ലൊരു ജെൽ ഫോമിലാണ്, കണ്ടോ ഇങ്ങനെ ഒരു ജെല്ല് ഫോമിലാണ് വരുന്നത് ഇത് ഈ ഒരു ക്രീം. ജസ്റ്റ് ഒന്ന് ഡോട്ട് എല്ലായിടത്തും. ഇതിൻ്റെ ബോക്സ് നല്ല ഭംഗിയുള്ള ബോക്സാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്യൂട്ട്. എന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഡെയിലി ഫോളോ ചെയ്ത് പോകാറുണ്ട്. ഞാൻ ലിപ് ബാം അങ്ങനെ സംഭവങ്ങളൊന്നും അപ്ലൈ ചെയ്യാറില്ല. ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാറുണ്ട്. നല്ലൊരു ഫേസ് വാഷ്, അതുപോലെ തന്നെ നല്ലൊരു സിറം അപ്ലൈ, ടോണർ, സിറം ആൻഡ് മോയ്സ്ചറൈസർ, CTM പ്രൊസീജിയറാണ് ഫോളോ ചെയ്യാറ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിന് അതിനുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും കേട്ടോ. ഡെയിലി മോർണിംഗിലും ഈ ഒരു CTM പ്രൊസീജിയർ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും അധികം താമസിയാതെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ ബൈ.